തീയൽ കഴിക്കും. ആ, എന്താ ഇതിന്റെ പേര് പറഞ്ഞത്? തീയൽ. തീയൽ. തീയിൽ, നല്ല പേര്. ദാസൻ ഊണെങ്ങനെ സാധാരണ? അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ട് തിന്നും. പൂച്ച തിന്നു? പൂച്ചിറച്ചി നല്ല ടേസ്റ്റാ. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. അടി കൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് 2 പേൽ സോടണം. എന്തിനാ? എന്നാലും ദഹിക്കൂ. ഒരു പ്രത്യേക ജീവിതല്ലേ. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇത് സതീശേട്ടനെ അറിയിക്കും. ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം. ഒന്ന് പതുക്കെ പറ. അമ്മയ്ക്കൊരു മോളില്ലഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ അവളെ ഇപ്പൊ രമേശൻ ആ നാറിക്ക് കെട്ടിച്ചു കൊടുത്തേനെ. നിന്നോടല്ലേ പറഞ്ഞുണ്ടായിരിക്കും. വെള്ളം വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോവാ. നീ അങ്ങോട്ട് വരണ്ട. ആ, അവിടെ നിക്കമ്മേ. ഒരാള് വീട്ടിൽ വന്നിട്ട് ഒന്നും സംസാരിക്കാതെ പോകുന്നെന്താ? എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട. അമ്മയ്ക്ക് എന്നത്തെ പേടിയാ. എനിക്ക് ആരെയും പേടിയും കിടിയൊന്നുമില്ല. തനിക്ക് വീടും കുടിയൊന്നും ഇല്ലടോ. വീടില്ല, കുടിയുണ്ടായിരുന്നു. കേട്ടോ അമ്മേ, ദാസൻ മെരുങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ സംശയമായിരുന്നു. പക്ഷെ മെരുങ്ങി. ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ. എന്റെ ഉപദേശം ഫലിച്ചു. ദാസന് സ്വന്തക്കാരാരുമില്ലമ്മേ. ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ. എനിക്ക് ഇപ്പൊ ഉള്ള 2 മക്കളും മതി. പോരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലമ്മേ. ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം. നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ? അമ്മേ, അയ്യേ, എന്തൊരുപാട്. എന്താ ചേട്ടാ അത്? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാവൂല. ഇത് എന്താ 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 ചേട്ടന് മനസാക്ഷിയില്ലേ? ഒരു ആക്സിഡന്റ് കണ്ട വഴി മാറി പോണോ വേണ്ടത്? അതെ, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നമ്മുടെ ബന്ധുക്കളൊന്നുമില്ലല്ലോ. മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണോ? എങ്കിൽ അയാൾ നമ്മുടെ ബന്ധുവാണ്. ബാലു, ഇക്കാലത്ത് കഴിയുന്നതും പുലിവാലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ശരിയായിരിക്കാം. പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒടിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ. ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്കിൽ കയറ്റിയല്ല. ബ്രാൻ ഇടിച്ചിട്ടാ വണ്ടി നിർത്താതെ പോയി. ജീവനുണ്ടോന്ന് തോന്നുന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും. ഒരു വണ്ടി വിളിച്ചേ. നീ ബൈക്ക് കൊടുത്ത് നേരെ ആശുപത്രിയിലോട്ട് വന്നാൽ മതി. ആ, വണ്ടി വിട്. ജേഴ്സിയാ? അതെ സർ, ജേഴ്സി തന്നെ. അതോ നാടനോ? നാടനാന്നാ തോന്നണം. ഇത് ജേഴ്സി തന്നെയാ. കറക്റ്റാ. 2 നേരം കൂടെ 12 ലിറ്റർ പാല് കിട്ടും. ആഹാ. ചുമരുള്ള സ്വാമി, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ആ ആക്സിഡന്റ് കേസ്. ഓഹോ, കാഷ്വാലിറ്റി എവിടെയാ? ഇതാ അവിടെ. ബോധം വന്നോ? ആർക്കാണ് സാർ? തനിക്ക് ബോധം വന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് പറ്റിയവന്. അറിയില്ല സാർ, ഡോക്ടർമാരൊക്കെ അകത്തുണ്ട്. തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ? അയ്യോ അല്ല, ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ കുറെ പേരോടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ. തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്? എന്ത് പരിങ്ങില്? ഒന്നുമില്ലല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ, ഒരുപാട് പണിയുണ്ട്. താൻ അവിടെ നിൽക്കേ, ഞാൻ പറഞ്ഞിട്ട് പോവാം. ഓ, ഒരു സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ? ഞാൻ മരിക്കില്ല. പിന്നെ ഈ കേസിനെ കുറിച്ചോട് പേടിക്കുന്നുമാണ്. FIR എഴുതാൻ ഞാൻ തന്നെ. കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ FIR അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എന്നെയൊക്കെ വേണ്ടതുപോലെയൊക്കെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് ബോധം വന്നുകൊണ്ട് താനിപ്പോ രക്ഷപ്പെട്ടു. ആ സുമാരമുള്ള സ്വാമി, ഒരു നീല വാനാണ് അത്ര ഇടിച്ചത്. പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അഡ്രസ് കൊടുത്തിട്ട് പോയാൽ മതി. ഓ,
ഒരുത്തൻ നല്ല ആളാ. ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ അത് പറയണ്ടേ. ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ പറഞ്ഞു KVM-ലാവുമെന്ന്. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. ഏതായാലും കണ്ടല്ലോ, സമാധാനായി. നീ ആ താക്കോലും കിടന്ന് ആക്സിഡന്റും ആൾക്കൂട്ടം കണ്ടപ്പോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ശരിയാവൂല്ല എന്നും പറഞ്ഞു വണ്ടി തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ. നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മനസ്സലിഞ്ഞു പോയി. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിച്ചില്ല. എന്തായി? കയ്യിലെ കാശും പോയി, കേസിൽ പെട്ടു. എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കെട്ട കോവർ കഴുത. ഞാൻ പോയി നെയ്യ് ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യം നാട്ടിൽ പോയെന്ന് പറഞ്ഞേക്കും. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നെന്നും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞേക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ? എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട. കൊള്ളാം. എന്നെ കൊന്നാ ഞാൻ പറയോ? നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ? ഞാൻ മിണ്ടിയോ? അല്ല, കുറെ നാളായല്ലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമുകിക്ക് ഞാൻ അഭയം കൊടുത്തു. 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചോണ്ട് പോയി. കാമുകനെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലപ്പുറം അവിടെ നടന്നിട്ടില്ലല്ലോ. 3 ദിവസം ലോക്കപ്പിന്റെ അഴി എണ്ണിയത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ? സത്യം എന്തായാലും കേസ് പെണ്ണുകേസല്ലേ? പുറത്തിറങ്ങാ മരണം വരെ നടക്കടാ. പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും. അയ്യോ എന്റെ മാല കൊണ്ടുപോയേ, അയ്യോ എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയേ, നാട്ടുകാരെ. അപ്പൊ പറഞ്ഞോലെ ടൗണിൽ നിന്ന് നേരെ സൈറ്റിലേക്ക് വന്നാൽ മതി. ചേട്ടാ, ചേട്ടനൊരു മനുഷ്യനാണോ? ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച് ഒരു കള്ളൻ ഓടുന്നത് കണ്ട കാണാത്ത ബാധി പോവാണോ? എടാ, അങ്ങനെ 1000 കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇതിപ്പോ നമ്മുടെ കൺമുമ്പിലല്ലേ നടന്നത്? ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാ പിടിക്കാവുന്നല്ലേ ഉള്ളൂ. ആ സ്ത്രീ നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലോ ആരും സഹായിക്കണ്ടാ. നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ. ചേട്ടാ, കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്താ പുണ്യം കിട്ടും ചേട്ടാ, പുണ്യം. എന്റെ ഭർത്താവിനെ തല്ലിക്കൊല്ലല്ലേ. കള്ളു കുടിക്കാൻ കാശി ഒതിച്ചപ്പോ ഞാൻ കൊടുത്തില്ല. അപ്പോഴാ മാല പൊട്ടിച്ചത്. അതിനിങ്ങനെ തല്ലി ചതക്കിനോടാ കാലമാടാ. അയ്യോ അയ്യോ എന്റെ അമ്മ. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരാളെ കാരണമില്ലാതെ തല്ലി ചതച്ചിട്ട് ഓടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? സാർ, ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഇയാൾ ശരിക്കും ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലെന്ന് 100 വട്ടം പറഞ്ഞാണ് സാർ. എന്നിട്ട് ഇയാൾ കേട്ടില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും കാണും. വഴിക്കിടെ പോകുന്നവർക്ക് അതിൽ എന്താണ് കാര്യം? പോട്ടെ സാർ, പ്രശ്നമാക്കണ്ട. ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാം. തന്റെ മാപ്പ് കേൾക്കാനാ ഇവരെ കൊണ്ട് ഞാൻ ഇവിടെ വന്നത്. സാർ, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാം സാർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ? അതല്ല. പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയിൽ വെളുത്തൊരു പൂവുണ്ട്. ഇതിനതില്ല. ഇത് നമ്മുടെ ഔസേപ്പിന്റെ പശുക്കളാ. ആ വലിയ പശുവിന് ഏലിയെന്നും ചെറിയ പശുവിനും മറിയെന്നും ഔസേപ്പ് പേരിട്ടേക്കണത്. അതെ സാർ. നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ആ തല്ല് കേസിന്റെ കാര്യം അന്വേഷിക്കാൻ. ഓഹോ, ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ്.
ഹോസ്പിറ്റലിൽ ചെലവ് നഷ്ടപരിഹാരമായിട്ട് ഒരു 3000 രൂപ ഇവർക്ക് കൊടുക്കണം. കൊടുക്കാൻ സർ. കേട്ടല്ലോ? ആ. അങ്ങ് മാറിക്ക്. ഓ ഇങ്ങോട്ട് പോരെ. നിങ്ങൾക്ക് ഇവിടെ എംബിഡി സിമെന്റിന് ആവശ്യമുണ്ടല്ലേ? പിന്നെ പറയസേ, സർ. ക്വാർട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവനും പോയി കിടക്കുക. അതെ മോൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അതെ. അതൊന്ന് ശരിയാക്കണം. ഓക്കെ. ഒരു 2 ചാക്ക് സിമെന്റ് എടുത്ത് ജീപ്പിലിടാം. ഓക്കെ സർ. 2 ചാക്ക് മതിയാവോ? മതിയോ സർ? അന്ന് അവരുടെ കാശ് കൂടെ. Students are ready for our inspection, sir. Introduce yourself. Gentleman Cadet Gopakumar, sir. Louder. Gentleman Cadet Gopakumar, sir. Louder. Gentleman Cadet Gopakumar, sir. ഇതൊരു ഗോകുലമാക്കി കളയാമെന്ന ധാരണ വല്ലതുണ്ടെങ്കിൽ അതിപ്പോഴേ കളഞ്ഞേക്ക്. No, sir. Yes, sir. Next. Gentleman Cadet Ganeshan, sir. Once more. Gentleman Cadet Ganeshan, sir. Gentleman cadet. Repeat. Gentleman Cadet Ganeshan, sir. നെറ്റിപ്പട്ടം കൂടേണ്ട നന്നായിരിക്കും. നാളെ എവിടെയാണ്? Prepare. തൃപ്രയാർ ഗണേശൻ. ആനക്കിടുന്ന പേരാണല്ലോടോ. ചോദിച്ചതിന് ഉത്തരവല്ലേ? Yes, sir. ലൗഡർ. Yes, sir. Gentleman Cadet Anthony, sir. ആന്റണി. ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ക്ലിയോപാട്ര തന്റെ ആരാണ്? എന്റെ സിസ്റ്ററാണ്, സർ. ബാംഗ്ലൂർ ബേസ് ട്രെയിനിങ്ങിലെ വില്ലൻ, ഇൻസ്ട്രക്ടറെ തൊഴിക്കാൻ ചെന്നവൻ. എന്നെ തൊഴിക്കണം തോന്നുന്നുണ്ടോ? നോ, സർ. ലൗഡർ. നോ, സർ. ഇടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? യെസ്. നോ, സർ. നെക്സ്റ്റ്. Gentleman Cadet, you see, sir. വാട്ട്? Gentleman Cadet, you see, sir. ഋഷി കപൂറിന്റെ ആരെങ്കിലും ആണോ? ആരുമല്ല, സർ. സപ്തർഷികളിൽപ്പെട്ട ആരെങ്കിലും ആണോ? വസിഷ്ഠൻ, അഗസ്ത്യൻ, ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും? നോ, സർ. നെക്സ്റ്റ്. Gentleman Cadet Abdul Salam, sir. നെക്സ്റ്റ്. Gentleman Cadet Joseph, sir. Gentleman Cadet Mohan, sir. Gentleman Cadet Chandran Pilla, sir. എത്ര രൂപ കൈക്കൂലി കൊടുത്തു? ഈ രൂപം വെച്ച് പട്ടാളത്തിൽ ചേരാൻ എത്ര രൂപ കൈക്കൂലി കൊടുത്തെന്ന് അറിയില്ല, സർ. അച്ഛനാണ് കൊടുത്തത്. നെക്സ്റ്റ്. Gentleman Cadet Siddiq, sir. എന്താ എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ വന്നാണോ? ചോദിച്ച കേട്ടില്ലേ? ലൗഡർ. അതവിടെ ഇരുന്നോട്ട് മാഷേ.
ആ മുടിഞ്ഞ മൂർഖൻ നായർ സാബിന്റെ തലയിൽ ആറ്റം പാമ്പ് വീഴട്ടെ. നീ അങ്ങനെ എടുത്തിട്ടുണ്ട് ചവിട്ടോട്. നീ വലിയ ചവിട്ടുകാരനല്ലേ? വേണ്ടളിയ അങ്ങനെ പാവം. വേണ്ടളിയാ, നമ്മളെല്ലാം പറഞ്ഞ അവൻ ചിലപ്പോ ചെയ്തെന്നിരിക്കും. നിന്നെ ഞാൻ എന്താ മുട്ട അടിക്കണോ? നോ സർ. വരട്ടെ. രാമു, എന്തോ സാർ റെഡിയായില്ലേ? റെഡിയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇറങ്ങും. പോട്ടെ. ഇന്നലെ കിടന്നപ്പോ വൈകി, എഴുന്നേറ്റപ്പോഴും പെൺകുട്ടികൾ ട്രെയിനിങ്ങിന് വരുന്നുണ്ടെന്ന് കേട്ടപ്പോ കുമാറും ദാസും ജിജിയൊക്കെ നിന്ന നിൽപ്പിലാ തലകുത്തി മറിഞ്ഞത്. ഇത്തിരി അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്ന ഈ ക്യാമ്പിന് ചന്തയാവും. സ്ത്രീകൾ എയർഫോഴ്സ് പൈലറ്റ് ആവണമെന്നുള്ളത് ഗവൺമെന്റ് പോളിസിയാണ്. പിന്നെ പെൺകുട്ടികൾ ട്രെയിനിങ് വന്നെന്ന് വെച്ച് ക്യാമ്പിന്റെ ഡിസിപ്ലിൻ തെറ്റണമെന്നില്ല. അത് നമുക്ക് കാണാം. ഒന്നും സംഭവിക്കില്ല സാർ. അവർ കാഡറ്റ്സ് ആർ വെൽ ഡിസിപ്ലിൻ. പിന്നെ സാറിന് അങ്ങനെ തോന്നാൻ കാരണം സാറിന് പൊതുവെ പെണ്ണുങ്ങളോട് അകൽച്ച ഉണ്ടല്ലോ, അതുകൊണ്ടാ. പിന്നെ ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവല്ലേ, എന്നെ ഒരു അമ്മ പ്രസവിച്ചതാ. ധാരാളം പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാനും ജനിച്ചതും വളർന്നതൊക്കെ. എന്ന് വെച്ച് നിന്നെ പോലെ അച്ഛയുടെ സാരി തുമ്പി പിടിച്ചു നടക്കാനൊന്നും എന്നെ കിട്ടൂല. അതിന് സാറ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചാലത്തെ കാര്യം പറയുന്നത്. ഇതുപോലെ വീരവാദം മുഴക്കിയ പല മഹാന്മാരും പെണ്ണിന്റെ ഒറ്റ നോട്ടത്തിൽ കുരുങ്ങി ചക്ക കുഴയുന്ന പോലെ കുഴയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാക്ക മലർന്ന് പറക്കണം. കാണാം. കാണാനൊന്നുമില്ല സാറേ, അല്ല ഉച്ചയ്ക്ക് ചോറ് അങ്ങോട്ട് കൊണ്ടുവരണോ അതോ സാർ ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഓ, നാട്ടിലേതാ ഒരു മഹാലക്ഷ്മി? മഹാലക്ഷ്മി നാട്ടിലെങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട്? എന്താ ചോദിച്ചേ? അല്ല, രാമു പറഞ്ഞു നാട്ടിലൊരു മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയോ? അത് അവന്റെ സൂര്യക്കേട് സഹിക്കാൻ വയ്യാതെ അവന്റെ വാഴയ്ക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. हमें फ्लाइट कैरियर का अपॉइंटमेंट मिला है, सीईओ से मिलना है। क्या हम अंदर जा सकते हैं? प्राइवेट गाड़ी अंदर नहीं जा सकते हैं, चाहे तो आप जाइए। थैंक यू। Now, we will discuss about the electrical system used in this aircraft. The main source of electrical power is a generator which gives 28-volt output. The basic electrical system used is the same for all sorts of aircrafts in our Air Force. See here. അയ്യോ തോമാ, നോക്ക് നോക്ക്. എന്ത് ചരക്ക്? ചളുക്കോ? ചളുക്കല്ലട കൊക്കെ, ചരക്ക്. ചോക്ലി നിന്റെ തന്ത.
എന്താ ഇത്? പീസാടാ പീസ്. ട്രെയിനായിരിക്കും. ട്രെയിനി ആവില്ല. ട്രെയിനിൽ ബാച്ചായിട്ട് വരൂ. അപ്പൊ ഇനി വല്ല ഗസ്റ്റ് ആയിരിക്കും. ഗസ്റ്റ് ആയാലും ട്രെയിൻ ആയാലും അവളുടെ മുഖം ഒന്ന് കണ്ടാൽ മതി. Yes, what happened? Yes, boys, anything wrong? Nothing, sir. എത്ര കൃത്യമായിട്ടാണ് ആരോ പറഞ്ഞിടത്തേക്കണല്ലോ ബ്ലോക്ക് ഇരിക്കും. നോക്കി എന്റെ സ്വാമി സാറ് ഒന്ന് മാറിയൊക്കെ ഞങ്ങളൊന്ന് മുഖം ഒന്ന് പാർക്കട്ടെ. എന്റെ ഈശോ, അവള് പോയി. അവളുടെ മുഖം കാണാൻ പറ്റില്ലല്ലോ. May I come in, sir? Yes. I have been selected as a flight cadet, sir. Let me see. What's your name? Shraddha. Shraddha Kaul. You are supposed to join day after tomorrow with the other girls. How come you are here today itself? Actually, sir, you see, I'm so excited about the training that I landed up 2 days. Remove your goggles. This is an office. Sorry, sir. Actually, I was coming from the hot sun. So what? You can go and report at the cadet mess. Thank you, sir. Thank you, sir. ദഗ്രേ ഇവരോട് പ്രത്യേകം പറഞ്ഞേക്കണം നമ്മളുടെ ഫാഷൻ പരേഡൊന്നും ഇവിടെ നടക്കില്ല. അവളൊരു വേഷവും. With due respect, sir. Yes. ഇവിടുത്തെ ചിട്ടകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല സർ. ക്ഷമിക്കണം. വലിയ പ്രതീക്ഷയോടാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദയവായി എന്നെ നിരാശപ്പെടുത്തരുത്. You are a Malayali? Yes, sir. പിന്നെ ഈ ശ്രദ്ധ കൗൾ? അച്ഛൻ സിദ്ധാർത്ഥ് കൗൾ, കാശ്മീരി. അമ്മ മേരിക്കുട്ടി, ചെങ്ങന്നൂർക്കാരി. രണ്ടുപേരും മിലിറ്ററി ഡോക്ടേഴ്സ്. ലവ് മാരേജ്. കാശ്മീർ വേഴ്സസ് കേരള. KK എക്സ്പ്രസ്. മതി. You can go. Sir. അവള് മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം. എന്ന് വെച്ച് ഞാൻ ചമ്മിയൊന്നുമില്ല. ചമ്മി പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. എന്താ സ്മാർട്ട്നെസ്. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, ശുദ്ധ മലപ്പുറം. തലേന്ന് സാരിയും മാറ്റൂല, വാതിലിന്റെ മറവിന്ന് പുറത്തും വരൂല. നീ ആ ശ്രദ്ധയെ കണ്ട് പഠിക്ക്. നിർത്തറോ. ഉള്ള കോംപ്ലിമെന്റ്സ് മുഴുവൻ ഒരുത്തിക്ക് തന്നെ കൊടുത്ത് തീർക്കാതെ ട്രെയിനിങ്ങിന് ഇനിയും പെമ്പിള്ളേര് വരാനുണ്ട്. ഫാത്തിമക്കുട്ടി, ഇനിയാണ് ഇവനെ സൂക്ഷിക്കേണ്ടത്. നമുക്ക് 4 നിക്കാഹ് വരെ കഴിക്കാം. 4 കെട്ടാത്തവൻ നട്ടലില്ലാത്തവൻ ഇവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പഴല്ലേ അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. തമാശ ഒന്നുമല്ല. ഫാത്തിമക്കുട്ടി സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റ തുമ്മലിന് 3 തലാക്കും പറഞ്ഞ് ഇവൻ ഫാത്തിമക്കുട്ടിയെ ഒതുക്കും. എന്തിനാ സാറേ കുടുംബ കലഹം ഉണ്ടാക്കുന്നത്? കോമഡി ഒന്നും ഇവർക്ക് മനസ്സിലാവൂല. ഇത് കോമഡി ഒന്നുമല്ല. നീ പരസ്യമായ രഹസ്യമായ എന്നെ ഊരുവോ? ഇല്ല. പോടാ. പോട്ടെ. ശരി. 4 സാറിന്റെ കാര്യമേ തമാശ പറഞ്ഞാലും സീരിയസ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ. പിന്നെ നീ ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇയാൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, പെണ്ണ് കെട്ടി ആണുങ്ങളെ ഇഷ്ടമല്ല. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. അയ്യോ ഫാത്തിമ, ആ കൂടെ കിട്ടിയ ഒരു ഓപ്ഡേ നീ കുളമാക്കല്ലേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറിന്റെ ഭാര്യ ഫാത്തിമയെ ഞാൻ ഇന്നലെ സ്റ്റോറിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോഴാ മനസ്സിലായത് ഞങ്ങൾ റിലേറ്റീവ്സ് ആണ് സർ. റിലേറ്റീവ്സോ? ആ, സാറിന്റെ വൈഫിന്റെ ഒരു കസിൻ ഇല്ലേ സലീം, ഗൾഫിലുള്ളത്. അയാൾ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ ഒരു കസിനെയാ, ആനി. അനദർ ലവ് മാരേജ്. ആ, ഞാനും കേട്ടിട്ടുണ്ട്. ആനി ശ്രദ്ധയുടെ കസിനാണോ? യെസ് സർ. സോ വി ആർ റിലേറ്റീവ്സ്. മൈ ഗോഡ്.
ഫാത്തിമ എന്നെ പെരുന്നാളിന് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് എന്റെ ഭാര്യ പറഞ്ഞു. യെസ് സർ. അവക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമായി. സാറിനല്ല, എന്നെ. വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ നെയ്ബറാണ് ഈശ്വർ സാർ. ഒരു കേഡറ്റ്, അതും ഒരു ലേഡി കേഡറ്റ്, ഒരു സീനിയർ ഓഫീസറുടെ വീട്ടിൽ വന്നു പോകുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാവെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എന്തിനാ സാർ ആ നല്ല മനുഷ്യനെ എല്ലാരും കൂടി പറഞ്ഞു സ്ത്രീ വിദ്വേഷിയാക്കുന്നത്? ഓ ശരി, ഒരു അനുഭവം ഉണ്ടാകുന്നവരെ ഇങ്ങനെ ഒരു അഭിപ്രായം മനസ്സിലിരിക്കുന്നതും നല്ലതാ. മറഡോണ ഉത്തേജക. എന്റെ ദൈവമേ, സക്കീർ സാറ് വീണ്ടും കല്യാണം കഴിച്ച, അതും ഒറ്റയടിക്ക് 1, 2, 3, 4 കൂടി. പാവം ഫാത്തിമ ചേച്ചി. സാറേ, അയ്യോ മതി. മതിയാക്കിയോ? ഇവരാരും ഒന്നും കഴിച്ചില്ലല്ലോ. ഞാനേ അപ്പുറത്ത് പോയി ആ വിശ്വാമിത്രനെ ഒന്ന് കണ്ടിട്ട് വരാം. ആരെ? ഈശ്വർ സാറിനെ. എന്തിനാ? ജസ്റ്റ് ഒരു ഹലോ പറയാൻ. ഇവിടെ വരെ വന്നതല്ലേ. വേണ്ട ശ്രദ്ധ, ഈശ്വർ സാറിന് ഇഷ്ടമില്ല കേട്ടോ. അങ്ങേര് നല്ല മനുഷ്യനാ. നിങ്ങളൊക്കെ കൂടെ പറഞ്ഞു പെരുപ്പിച്ച് അങ്ങേര് ഒരു പേടി സ്വപ്നമാക്കി മാറ്റി. Am I right, sir? കറക്റ്റ്, യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ശ്രദ്ധ ധൈര്യമായിട്ട് പോ. ചെന്നാട്ടെ. Okay, sir. വെറുതെ എന്തിനാ? പോയിട്ട് വരട്ടെന്ന്. വിശ്വാമിത്രന്റെ മനസ്സ് മാറ്റൊന്ന് ശബ്ദം ചെയ്തിരിക്കല്ലേ. ഇപ്പൊ കാണാം പൂരം. Good morning, sir. ശ്രദ്ധ call. ഗുഡ് മോർണിംഗ്. എന്താ? സക്കീർ സാറിന്റെ വീട്ടില് പെരുന്നാളിന് ലഞ്ച്. ഞാൻ ഒറ്റയ്ക്കല്ലേ സാർ, ഇവിടെ ഫ്രണ്ട്സും ഉണ്ട്. ഇവിടെ എന്തിനു വന്നെന്നാ ചോദിച്ചത്? ഇവിടെ വന്നത് സാറിനെ കണ്ട് ജസ്റ്റ് ഹലോ പറയാനാ. ലുക്ക്, ഒരു സീനിയർ ഓഫീസറെ അയാളുടെ കോട്ടേഴ്സിൽ വന്ന് കണ്ട് വിഷയേണ്ട കാര്യമില്ല. കാണേണ്ട സ്ഥലത്ത് വെച്ച് കണ്ട് വിഷ് ചെയ്താൽ മതി. ഗോട്ട് ഇറ്റ്? ചമ്മണ്ട ഇനി പോരെ. എന്തിനാ അവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഇനി വെളിച്ചത്തോട്ട് വാ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ അവസാനം ജയിക്കാൻ പോകുന്നത് ഈ ശ്രദ്ധ തന്നെയാ. ഞാൻ റോബർട്ട് ബ്രൂസിന്റെ വംശത്തിൽപ്പെട്ടവളാ. തോക്കുംതോറും വാശി കൂടും. പിന്നെ ആരും ചിരിക്കണ്ട സാർ. നോക്കിക്കോ, ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈശ്വർ സാറിന് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ മാറ്റിയെടുക്കും. യു വാണ്ട് ബെറ്റ്? ബെറ്റ്? വെറുതെ എന്തിനാ ബെറ്റ് വെക്കുന്നത് അല്ലേ?